മൗലവിമാർ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് മുഅ്മിനീങ്ങൾക്ക് ഖൈറാകുന്ന കാര്യങ്ങളാണ്, മുഅ്മിനീങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന കാര്യങ്ങളാണ്. മറിച്ച് അവനവന്റെ കീശയിലേക്ക് കാശെത്തുന്ന വിഷയമാണെങ്കിൽ അവരെല്ലാ ആശയവും മറന്നുകളയും. നിങ്ങൾ നോക്കൂ, സക്കാത്തിന്റെ അവകാശികൾ 8 വിഭാഗമാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കല്ലാതെ ആ സക്കാത്തിന്റെ മുതൽ അർഹതപ്പെട്ടതല്ല, ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സുന്നികളായ നമ്മൾ അതിൽ കണിശത പാലിക്കുന്നവരാണ്. നമ്മുടെ സ്ഥാപനങ്ങളെമ്പാടുമുണ്ട്. ഒറ്റ സ്ഥാപനത്തിനും നമ്മൾ സക്കാത്ത് ഉപയോഗിക്കാറില്ല, ഒറ്റ പള്ളിക്കും ഉപയോഗിക്കാറില്ല. എന്നാൽ വഹാബികൾ പറയുന്നത് അവരുടെ സ്ഥാപനത്തിനും അതുപോലെ അവരുടെ ബുക്ക് സ്റ്റാളിനും ഇതിനൊക്കെ സക്കാത്ത് ഉപയോഗിക്കാന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിക്ക് വേണ്ടി സക്കാത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ? ഉപയോഗിച്ചിട്ടില്ല എന്ന വസ്തുത അവർക്കറിയുകയും ചെയ്യും. അവര് തന്നെ എഴുതി വെച്ചത് ഞാൻ ഒന്ന് വായിക്കാം. ശബാബിൽ വന്ന ഒരു ചോദ്യമാണ്, സക്കാത്ത് പള്ളിക്ക് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാമോ എന്നത്. അതിന്റെ മറുപടി, പള്ളി നിർമ്മാണവും മയ്യത്ത് സംസ്കരണവും തൊഴിൽ പരിശീലനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും നിർവഹിച്ചിരുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പള്ളി നിർമ്മാണം ഉണ്ടായിരുന്നു, മയ്യത്ത് സംസ്കരണമുണ്ട്, തൊഴിൽ പരിശീലനമുണ്ട്. അവക്ക് വേണ്ടി അവിടുന്ന് സക്കാത്ത് ഫണ്ട് വിനിയോഗിച്ചതായി പ്രബലമായ ഹദീസുകളിലൊന്നും കാണുന്നില്ല, ഒരു ഹദീസിലുമില്ല. എന്നാ റമദാൻ മാസമായാൽ നിങ്ങൾ ഇവരുടെ പ്രസിദ്ധീകരണം എടുത്തു നോക്ക്, എല്ലാ പ്രസിദ്ധീകരണത്തിലും ഉണ്ടാവും ഇന്ന സ്ഥാപനത്തിന് വേണ്ടി സക്കാത്ത് വേണം, ഇന്ന ബുക്ക് സ്റ്റാളിന് വേണ്ടി സക്കാത്ത് വേണം, റേഡിയോക്ക് വേണ്ടി സക്കാത്ത് വേണം, ഇംഗ്ലീഷ് മീഡിയത്തിന് സക്കാത്ത് വേണം എന്ന് പറഞ്ഞ് ഇവർ പരസ്യം കൊടുക്കുകയാണ്. സത്യത്തിൽ ഒരിക്കലും പാടില്ലാത്ത കാര്യമാണത്. കാരണം പരിശുദ്ധ ഖുർആൻ സക്കാത്തിന്റെ അവകാശികളെ പ്രത്യേകം നിർണയിച്ചിട്ടുണ്ട്. പ്രത്യേകം നിർണയിച്ചതിൽ നമ്മൾ അവിടെ തന്നെ നിൽക്കണം, അതിനപ്പുറത്തേക്ക് പോകരുത്. ഇവരവിടുന്നും വിടുകയാണ്, കാരണം ഇത് സാമ്പത്തിക വിഷയമാണ്. എന്നിട്ട് ഇവര് അതിനെ തുടർന്ന് പറയാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മതസംഘടനകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവക്ക് വേണ്ടി സക്കാത്ത് ഫണ്ട് വിനിയോഗിക്കുന്ന പ്രശ്നം അന്ന് ഉത്ഭവിച്ചിട്ടില്ല. എന്നാലും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ബോധവൽക്കരണവും ആദർശ പ്രചരണവുമാണ് ഒരു സ്ഥാപനത്തിന്റെയോ സംഘടനയുടെയോ കർമ്മപരിപാടിയെങ്കിൽ അതുകൊണ്ട് സക്കാത്ത് ഫണ്ടിൽ നിന്ന് ഒരു വിഹിതം വിനിയോഗിക്കാവുന്നതാണ്. ഇവര് വകുപ്പുണ്ടാക്കാണ്. ഗൾഫിലെ പണ്ഡിതന്മാര് പോലും ഇത് പാടില്ല എന്നാണ് ഫത്വ കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും അന്ന് പള്ളി ഉണ്ടായിരുന്നല്ലോ. അന്ന് ദഅവത്തിന്റെ വിഷയം തന്നെയല്ലേ പള്ളിയിൽ നടന്നത്. ഫീ സബീലില്ലാഹി വലിച്ചു നീട്ടുമ്പോ അവിടത്തേക്കും നീട്ടാൻ പറ്റുമല്ലോ. അങ്ങനെ നീട്ടി സക്കാത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് മുജാഹിദുകൾ ആ സക്കാത്തിന്റെ ഫണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്തത് അവര് ഉപയോഗിക്കുകയാണ്, അവര് ചെയ്യുകയാണ്.